ഗോകുലും കൂടെ നമുക്കൊപ്പം ചേർന്നു. യുവരാജ്, അർഹമായത് കേരളത്തിന് കിട്ടുന്നില്ല, പല ഗ്രാന്റുകളും കിട്ടുന്നില്ല. അതൊക്കെ പോരാഞ്ഞിട്ട് കേരളത്തിന്റെ ബ്രാൻഡിംഗ് ഉപയോഗിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അർഹതമായിട്ടുള്ള കാര്യങ്ങൾ കൂടി പിടിച്ചു വെക്കുകയാണ്. ഇങ്ങനെയാണ് ജനങ്ങൾക്ക് തോന്നുക. സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു സമരവുമായി ഒരു സംസ്ഥാനത്തിന്റെ പ്രതിനിധികൾ രാജ്യ തലസ്ഥാനത്ത് ചെന്ന് സമരം നടത്തുമ്പോൾ അത് ഈ രീതിയിലുള്ള ഒരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ജനങ്ങളിലേക്ക് വ്യക്തമായ സന്ദേശം തന്നെയാണ് അപർണ ഇപ്പൊ എത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പൊ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത് സമരാഭാസം മാത്രമാണ്. കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പണ്ടത്തെ പോലെയൊന്നും അല്ല. ജനങ്ങൾക്ക് വിരൽത്തുമ്പുകളിൽ ഇൻഫർമേഷൻ ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. CPM-കാര് പണ്ട് ചായക്കട ചർച്ചകളിലും ബാർബർ ഷോപ്പുകളിലും ഇരുന്ന് പടച്ചു വിടുന്ന നുണകൾ മറ്റ് സോഴ്സുകളൊന്നും ഇല്ലാതെ ജനം അപ്പാടെ വിഴുങ്ങിക്കൊണ്ടിരുന്ന കാലഘട്ടമൊക്കെ കടന്നുപോയി. ഇന്ന് അവരുടെ മുൻപിൽ കൃത്യമായിട്ട് ഇൻഫർമേഷനും അവരുടെ മുൻപിൽ കൃത്യമായിട്ട് ഇൻഫർമേഷൻ സോഴ്സുകളുമുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങളെ ഇങ്ങനെയൊക്കെ പറ്റിച്ചു കളയാമെന്ന് പിണറായി വിജയനും CPM സർക്കാരും ഒക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല എന്ന് മാത്രമാണ് എനിക്ക് അതിനകത്ത് പറയാനുള്ളത്. അവർ കഴിഞ്ഞ ആഴ്ച നമ്മുടെ മുമ്പിൽ വന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ടായിരുന്നു. അതായത് തിരുവനന്തപുരം മുതൽ എനിക്ക് തോന്നുന്നു നാഗർകോവിൽ വരെയുള്ള ഡബിളിംഗിന്റെ പ്രോസസ്സുമായിട്ട് നടന്നിരുന്നത് തിരുവനന്തപുരം മുതൽ മാനന്തവാടി വരെയാണെന്ന് തോന്നുന്നു. റെയിൽവേ ഡബിളിംഗിന് വേണ്ടിയിട്ട് സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് നൽകിയ തുക വക മാറ്റി ചെലവഴിക്കുകയുണ്ടായി. ഇവിടെ CPM കേരളത്തിനെതിരെ കേന്ദ്രം എന്തോ വലിഞ്ഞു മുറുകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടത്തിയ സമരത്തിൽ പ്രധാനമായിട്ട് എടുത്ത് പറഞ്ഞിരുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് എന്താണ്? റെയിൽവേ വികസനം നടപ്പിലാക്കുന്നില്ല, ട്രെയിനുകളിൽ വലിയ തിരക്കാണ്, പുതിയ ട്രെയിനുകൾ കൊണ്ടുവരുന്നില്ല എന്നുള്ളതൊക്കെയായിരുന്നു. ഈ റെയിൽവേ ഡബിളിംഗ് നടക്കാതെ എങ്ങനെയാണ് പുതിയ ട്രെയിനുകൾ നമ്മുടെ നാട്ടിലേക്ക് വരിക? റെയിൽവേ ഡബിളിംഗ് നടക്കണമെന്നുണ്ടെങ്കിൽ സ്ഥലം ഏറ്റെടുക്കണം. സംസ്ഥാന സർക്കാർ ₹1 പോലും നൽകേണ്ട, മുഴുവൻ തുകയും കേന്ദ്രവും റെയിൽവേ നൽകിക്കോളും. അതിന് നൽകിയ തുക പോലും വക മാറ്റി ചെലവഴിച്ചിരിക്കുകയാണ്. ഇനി എങ്ങനെയാണ് ഈ പറയുന്ന ഭാഗത്ത് സ്ഥലം ഏറ്റെടുക്കുക? ഈ സ്ഥലം ഏറ്റെടുക്കാതെ അടുത്ത സ്ട്രെച്ചിനുള്ള പൈസ കേന്ദ്രം കൊടുക്കുമോ? അപ്പോ കേന്ദ്രം ഒരു പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടിയിട്ട് പൈസ കൊടുക്കുന്നു. ആ പൈസ എടുത്ത് വക മാറ്റി അവരുടേതായ ദൂരത്തിനും നവകേരള സദസ്സിനും പുതിയ ബസ് വാങ്ങാനും ഒക്കെ വേണ്ടിയിട്ട് വകമാറ്റി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം എന്താ പറയുന്നത്, ജനങ്ങളോട് ഒന്ന് പറയുകയാണ് കേന്ദ്രത്തെ പൈസ തരാത്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തതെന്ന് പറയുന്നത്. കേന്ദ്ര യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് ചോദിക്കുമ്പോൾ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കണ്ടേ? ഇപ്പൊ UGC ഗ്രാന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം 2022 മാർച്ച് 31 തവണ 3 തവണയോ മറ്റൊരു കേന്ദ്രം ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾ കണക്ക് തരുമെന്നുള്ള കാര്യം? കൊടുക്കണ്ടേ? കൊടുത്തിട്ടില്ല. കൊടുക്കാത്തതിന് ശേഷം ഇപ്പൊ വന്നിട്ട് പറയണേ ഞങ്ങൾക്ക് ഇത്ര രൂപ കിട്ടാനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എത്ര തവണ കേന്ദ്രം കേരളത്തോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്? ഈ വിവരങ്ങളൊക്കെ ന്യൂസ് 18 തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ? എത്രയോ മാധ്യമങ്ങൾ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ മാധ്യമ റിപ്പോർട്ടുകൾ മുഴുവൻ ജനങ്ങളുടെ മുമ്പിലില്ലേ? അല്ലെങ്കിൽ തന്നെ ഈ കേന്ദ്രമന്ത്രി തന്നെ നേരിട്ട് വന്ന് പറഞ്ഞില്ലേ ഞങ്ങൾക്ക് യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് തരുന്നില്ല, കൊടുത്ത കാശ് ചെലവാക്കിയതിന്റെ കണക്ക് ചോദിക്കുമ്പോ അല്ലെങ്കിൽ റീഇംബേഴ്സ്മെന്റിന് വേണ്ടിയിട്ട് നിങ്ങൾ എങ്ങനെ ചെലവാക്കിയെന്ന് ചോദിക്കുമ്പോ ഇതൊന്നും തന്നെ കൊടുക്കാതെ പിന്നീട് ചെന്ന് കേന്ദ്രത്തോട് ചെന്നിട്ട് ഞങ്ങൾക്ക് അർഹതപ്പെട്ട കാശാണ് തരാൻ പറയുമ്പോ സ്വാഭാവികമായിട്ട് കണക്ക് ചോദിക്കില്ലേ? ഈ കണക്ക് ചോദിക്കുന്നതിന്റെ പുറത്ത് ഇവര് വീണ്ടും കിടന്ന് ബഹളം വെച്ചിട്ട് എന്ത് അല്ല, പക്ഷേ അപ്പോഴും ബാക്കിയുള്ളത് ഹെൽത്ത് കമ്മീഷന്റെ വിഷയത്തിനകത്ത് ഈ ഗ്രാന്റ് കമ്മീഷൻ തടഞ്ഞു വെച്ചത് ഒരു വശത്ത് നിൽക്കുന്നു. GST കോമ്പൻസേഷൻ 5 വർഷം കൊണ്ട് നഷ്ടപരിഹാരം നൽകുന്നത് അത് അവസാനിപ്പിച്ചു. അങ്ങനെ ഒരു കാര്യമല്ല, പല കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഈ GST കോമ്പൻസേഷൻ കേരളത്തിന് മാത്രമാണോ നിന്നത്? ഞാൻ ചോദിക്കട്ടെ, ഗുജറാത്തിന് കിട്ടുന്നുണ്ടോ? UPക്ക് കിട്ടുമോ? ഹരിയാനയ്ക്ക് കിട്ടുമോ? BJP ഭരിക്കുന്ന ആസാമിന് കിട്ടുമോ? ഇല്ലല്ലോ. 2017 GST കൗൺസിൽ വരുമ്പോ തന്നെ പറഞ്ഞ കാര്യമല്ലേ 5 വർഷത്തേക്കാണ് GST നഷ്ടപരിഹാരം കിട്ടുക എന്നുള്ള കാര്യം. അപ്പൊ അത് അന്ന് എല്ലാം സംബന്ധിച്ച് കൈയടിച്ച് ഇറങ്ങി വന്ന് നമുക്ക് കേരളത്തിന് വലിയ വർധനമാണ് ഉണ്ടാകാൻ പോകുന്നത് GST വരുന്നതോടുകൂടി എന്നൊക്കെ പറഞ്ഞ് അംഗീകരിച്ചു വന്ന നമ്മുടെ സാമ്പത്തിക ശാസ്ത്രജ്ഞരിവിടെ ഉണ്ടായിരുന്നല്ലോ, ഡോക്ടർ തോമസ് ഐസക്. അദ്ദേഹം ഉൾപ്പെടെ സംബന്ധിച്ച് വന്നതിന് ശേഷം ഈ 2024 വന്നിട്ട് 2022 നിർത്തിക്കളഞ്ഞു. അത് കേരളത്തോടുള്ള ചതിയാണ് എന്നൊക്കെ പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് ശരിയാവുക? അപ്പോൾ ഈ ലൈഫ് പദ്ധതി, ശരി, UGCയുടെ വിഷയം ഞാൻ അരുൺകുമാറിലേക്ക് വരാം. ഈ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ബ്രാൻഡിംഗ് നടത്തണം എന്ന് പറയുന്ന ആ ഒരു നിലപാടുണ്ടല്ലോ, അതിനെ എങ്ങനെ ന്യായീകരിക്കും? ഈ ലൈഫ് ബ്രാൻഡിംഗ് എന്ന് പറയുന്നത്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ലൈഫ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പിണറായി വിജയന്റെ പടം വെച്ചിട്ട് അല്ലെങ്കിൽ ലൈഫ് മിഷൻ കേരള എന്ന് പറഞ്ഞിട്ട് കേരള സർക്കാർ ബ്രാൻഡിംഗ് നടത്തിയിരിക്കുന്ന എത്ര ഫോട്ടോ അപർണയ്ക്ക് കാണണം? ലൈഫിന്റെ വെബ്സൈറ്റിലേക്ക് പോയി നോക്കിയാൽ മതി തന്നെ. അപ്പൊ കേരള സർക്കാരിന്റെ ബ്രാൻഡിംഗ് നടത്താൻ ഒരൊറ്റ വീട്ടിലും ബ്രാൻഡിംഗ് ലൈഫ് മിഷൻ അല്ല, ഈ ലൈഫിൽ എത്ര കൊടുക്കുന്നുണ്ട് കേന്ദ്രം? ലൈഫിൽ എത്ര കൊടുക്കുന്നുണ്ട് കേന്ദ്രം? 87% സംസ്ഥാനം കൊടുക്കുമ്പോൾ 12 അല്ലേ? നോക്കൂ, ഈ
12% കേന്ദ്രം കൊടുക്കുന്നത് ലൈഫിൽ, ഈ 12.17 അല്ലേ? എന്നിട്ട് എല്ലാ വീടിന്റെ മുന്നിലും ബോർഡ് വെക്കണം എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാകും? അല്ല, കൊടുക്കുന്ന കേരളത്തിന്റെ ബോർഡ് വെക്കുന്നുണ്ടല്ലോ, പിന്നെന്താ പ്രശ്നം? ശരി, ഞാൻ അരുൺകുമാറിലേക്ക്. അരുൺ ഈ വിഷയത്തിനകത്ത് ലൈഫിന്റെ വെബ്സൈറ്റിൽ കൃത്യമായിട്ട് ഈ പിക്ചേഴ്സ് ഉണ്ട്. ഞാൻ ലൈഫിന്റെ വെബ്സൈറ്റിൽ പോയിട്ട് എടുത്ത പിക്ചേഴ്സ് എന്റെ കയ്യിലുണ്ട്. പിന്നല്ലേ അരുൺ